മതം പറഞ്ഞു, വർഗീയത കുത്തിക്കയറ്റി, ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ തല്ലിച്ചു, രഥയാത്ര നടത്തി, ശ്രീരാമനെ ആയുധമാക്കി, ഒടുവിൽ ഭരണം കയ്യാളി. എന്നാൽ കാലം മാറി, കഥയും. ഇനി BJP-യുടെ കഷ്ടകാലമാണ്. ജന്തർ മന്ദറിലെ സമരം ഒരു തുടക്കം മാത്രം. ഇനിയും സമരങ്ങൾ നടക്കും. ഇന്ത്യയിലെ മുഴുവൻ ജനതയും തെരുവിലിറങ്ങും, നിങ്ങളെ ചോദ്യം ചെയ്യും. മോദി യുഗം അവസാനിക്കാറായിരിക്കുന്നു. ഇപ്പോൾ നടന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്ന് തിരിച്ചറിയുക. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ ശബ്ദത്തെയും പോലീസിനെയും മീഡിയയെയും വിട്ട് അടിച്ചമർത്താമെന്ന് കരുതിയ ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന് മേൽ പതിച്ച കനത്ത പ്രഹരമാണിത്. അതെ, പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ, വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്ത സാധാരണക്കാരായ വിദ്യാർത്ഥികളും യുവാക്കളും ഇതാ വിജയം കണ്ടിരിക്കുന്നു. ഒരു തരത്തിലും അടിച്ചമർത്താൻ പറ്റാത്ത തരത്തിൽ പാറ്റകൾ ഈ രാജ്യത്തെ വിറപ്പിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മുഴുവൻ ക്രമക്കേടുകളുടെയും പ്രതിസന്ധികളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യവ്യാപകമായി കത്തിയമർന്ന ജനരോഷത്തിന് മുൻപിൽ തലകുനിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഒരിക്കലും ആരുടെ മുന്നിലും തോൽക്കാത്ത മോദി സർക്കാർ വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്നു. ഉച്ചയോടെയാണ് ആ ചരിത്ര പ്രധാനമായ വാർത്ത പുറത്തു വന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ചോര ഊറ്റിക്കുടിച്ച നീറ്റ് പരീക്ഷാ വിവാദത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുന്നു. ഓർക്കുക, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന തികച്ചും ഏകപക്ഷീയവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാടാണ് BJP സർക്കാർ സ്വീകരിച്ചത്. പ്രതിപക്ഷവും CJP-യും സമരരംഗത്തുള്ള യുവാക്കളും രാജി ആവശ്യപ്പെട്ടപ്പോൾ അത് പരിഹസിച്ചു തള്ളാനാണ് അവർ ശ്രമിച്ചതത്രയും. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുന്നത് പ്രക്ഷോഭകർക്ക് മുന്നിൽ തോൽക്കുന്നതിന് തുല്യമാണ് എന്നും അത് കൂടുതൽ സമരങ്ങൾക്ക് വഴിവെക്കുമെന്നും BJP സർക്കാർ വിലയിരുത്തി. പ്രധാനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അഹങ്കാരം പറഞ്ഞ ഭരണകൂടമാണ് ഇന്നിപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് തെറ്റിപ്പോയി. ഭയന്നു പിന്മാറാൻ വന്നവരല്ല ഈ യുവതലമുറ എന്ന് തിരിച്ചറിയാൻ BJP വൈകി. പ്രധാൻ രാജിവെക്കാതെ ഈ സമരമുഖത്ത് നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച സമരക്കാരുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തതോടെയാണ് ഡൽഹിയിലെ വായുവിൽ പോലും വിപ്ലവത്തിന്റെ ചൂട് പിടിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടില്ല എങ്കിൽ ഡൽഹി തെരുവുകൾ വീണ്ടും സമരക്കാരെ കൊണ്ട് നിറയുമെന്നും ആവശ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നും വിദ്യാർത്ഥികൾ അവസാന മുന്നറിയിപ്പാണ് നൽകിയത്. നാളെ വൈകിട്ട് 6 മണിക്ക് രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ച് മാർച്ച് സംഘടിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും CJP പ്രഖ്യാപിച്ചതോടെ BJP ക്യാമ്പുകളിൽ നടുക്കമുണ്ടായി. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് അവർക്ക് എത്തേണ്ടതായി വന്നു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ രാജി വാങ്ങില്ലെന്ന് വീമ്പ് പറഞ്ഞവർ ഒടുവിൽ കീഴടങ്ങുകയായിരുന്നു. തോൽവി സമ്മതിച്ച് കൈകൾ കൂപ്പി രാജിക്കത്ത് വാങ്ങി നൽകേണ്ടി വന്നു നരേന്ദ്രമോദിക്ക്. ഇതാണ് യുവാക്കളുടെ വിജയം. ഇതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വസന്തം. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊരു ചെറിയ വിജയമാണോ? അല്ല. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പൊന്നക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെടാൻ പോകുന്ന ഉജ്ജ്വലമായ പോരാട്ട വീര്യത്തിന്റെ കഥ തന്നെയാണിത്. പലർക്കും ഇതൊരു പാഠമാണ്, പലർക്കും ഇത് അറിയുകയും വേണം. സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ പേജ് തുടങ്ങി, ഞങ്ങൾ കോക്രോച്ചുകളാണ്, ഞങ്ങൾ പാറ്റകളാണ്, ഈ ചീഞ്ഞളിഞ്ഞ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ വന്നവരാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സംഘപരിവാറും അവരുടെ ഗോദി മീഡിയയും ചിരിച്ച് പരിഹസിച്ചു കളഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ അവസാനിക്കുന്ന 2 ദിവസം മാത്രം ആയുസ് മാത്രമുള്ള വിപ്ലവം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു അവർ. എന്നാൽ ആ പാറ്റകൾക്ക് മുന്നിലാണ് അവരിപ്പോൾ മുട്ടുമടക്കിയത്. 40 ദിവസങ്ങൾ കഴിഞ്ഞ് ആ വിദ്യാർത്ഥികൾ ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇറങ്ങിയപ്പോൾ, സോനം വാങ്ചുക് അടക്കമുള്ള പ്രമുഖർ നിരാഹാര സമരം തുടങ്ങിയപ്പോൾ ഭരണകൂടത്തിന്റെ നെഞ്ചിൽ ഭയം ഉടലെടുത്തു. 20ാമത്തെ ദിവസം ഡൽഹി പോലീസിനെ വിട്ട് നരനായാട്ട് നടത്തിയും കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ചും ഗുണ്ടായിസം കാണിച്ചും ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നോക്കി. എന്നാൽ പോലീസിന്റെ ലാത്തിക്കും ബൂട്ടിനും നിർവീര്യമാക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇന്ത്യയിലെ യുവാക്കളുടെ ഉള്ളിൽ പുകഞ്ഞ കനലെന്ന് അവർക്ക് മനസ്സിലായി. ഒരു നഗരത്തിൽ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ രാജ്യത്തിലെ 180-ലധികം നഗരങ്ങളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ തീപ്പൊരി പടരുകയാണ് ചെയ്തത്. ജന്തർ മന്ദിറിലേക്ക് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഒഴുകിയെത്തിയത്. മുൻപൊന്നും ഒരു സമരത്തിനും വഴങ്ങാത്ത രാത്രി ലൈവിൽ വന്ന് പ്രഹസനങ്ങൾ കാണിക്കേണ്ടി വന്നു നരേന്ദ്രമോദിക്ക്. പക്ഷേ പ്രധാനമന്ത്രി മോദിക്ക് ഇന്ന് തന്റെ സ്വന്തം മന്ത്രിയുടെ രാജി വാങ്ങി നൽകേണ്ടി വന്നിരിക്കുന്നു എങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങളുടെയും യുവാക്കളുടെയും ഐക്യത്തിന് മുന്നിൽ ഏതൊരു ഏകാധിപതിക്കും തലകുനിക്കേണ്ടി വരുമെന്നതിന്റെ
വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ BJPക്ക് ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോഴൊക്കെ അവരെ രാജ്യദ്രോഹികളെന്നും പാകിസ്ഥാൻ ഏജന്റുകളെന്നും ചൈനീസ് സ്റ്റാർമാരെന്നും മുദ്രകുത്തി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വ്യാജ തിരക്കഥകൾ പ്രചരിപ്പിച്ച് കള്ളക്കഥകൾ ചമയ്ക്കുന്ന സംഘപരിവാറിന്റെ തന്ത്രങ്ങളൊന്നും ഇവിടെ വിലപ്പോയില്ല. ഗോദി മീഡിയകൾ തലകുത്തി മറിഞ്ഞിട്ടും സത്യം പുറത്തു വന്നു. BJP കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പോലും ഇന്ന് ഈ സമരമുഖത്തിറങ്ങി സ്വന്തം ഭരണകൂടത്തെ ചോദ്യം ചെയ്തു. സ്വന്തം അടിത്തറയാണ് ഇളകുന്നതെന്ന് BJP തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. GDPയുടെ കണക്കുകൾ പറഞ്ഞ് വ്യാജ വികസന പെരുമഴ സൃഷ്ടിക്കുന്ന ഭരണാധികാരികൾക്ക് നേരെ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ എറിഞ്ഞു. ദിനം പ്രതി പെട്രോളിന് വില കൂട്ടുന്ന, അമിത വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരന്റെ വയറ്റിലടിക്കുന്ന, ജോലിയില്ലാത്ത യുവാക്കളെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ആദ്യ വിജയമാണിത്. ഓർക്കുക, നീറ്റ് വിവാദവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ഒരു തുടക്കം മാത്രമാണ്. വിദ്യാഭ്യാസം കച്ചവടമാക്കുന്ന, വർഗീയത പറഞ്ഞ് ജനങ്ങളെ ധ്രുവീകരിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന, എല്ലാ സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും കാവ്യവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത്. ഇവിടുത്തെ യുവതലമുറയ്ക്ക് ആവശ്യം കാവ്യ രാഷ്ട്രീയമല്ല. അവർക്ക് വേണ്ടത് മികച്ച ജോലിയാണ്, വിദ്യാഭ്യാസമാണ്, അർഹതപ്പെട്ട ശമ്പളമാണ്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ്, അഴിമതി ഇല്ലാത്ത ഭരണമാണ്. അത് നൽകാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തെയും ഇനി ജനങ്ങൾ വെച്ച് പൊറുപ്പിച്ചു എന്ന് വരില്ല. ഇത് അതിന്റെ സാമ്പിൾ ആണ്. സമാധാനപരമായി തെരുവിലിറങ്ങി വിട്ടുകൊടുക്കാതെ പോരാടി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് രാജി വാങ്ങിയ എല്ലാ യുവജന നേതാക്കൾക്കും പോരാളികൾക്കും ബിഗ് സല്യൂട്ട്. ജനാധിപത്യ രാജ്യത്ത് അന്തിമ വിജയം ജനങ്ങൾക്ക് തന്നെയാണ് എന്ന് തെളിയിച്ച ചരിത്ര ദിനം. തോൽപ്പിക്കാൻ നോക്കണ്ട, ഇത് ഇന്ത്യയിലെ യുവത്വമാണ്. ഇത് വെറും ഒരു അധ്യായത്തിന്റെ അവസാനമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തിളച്ചുമറിയുന്ന ജനരോഷം അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ച ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ഭരണകൂട ഭീകരതയും ഭയത്തിന്റെ അന്തരീക്ഷവും ഭരണഘടനാ സ്ഥാപനങ്ങൾ മേലുള്ള കടന്നുകയറ്റവും കൊണ്ട് ജനങ്ങളെ എന്നത്തേക്കുമായി അടിച്ചമർത്തി നിർത്താമെന്ന് കരുതിയവർക്കുള്ള അവസാനത്തെയും ഏറ്റവും ശക്തമായ താക്കീതുമാണ് ഇപ്പോൾ CJP പാർട്ടിയിലൂടെ യുവജനത നൽകിയിട്ടുള്ളത്. അധികാരത്തിന്റെ അപാരമായ ശക്തി ഉപയോഗിച്ച് ജനശബ്ദത്തെ അടിച്ചമർത്താൻ നോക്കിയ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ പതനത്തിന്റെ വിത്തുകളാണ് ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ പാകപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: എത്ര വലിയ ഏകാധിപതിയും അഹങ്കാരിയായ ഭരണാധികാരിയും ഒടുവിൽ നിവർന്നു നിൽക്കുന്ന ജനതയ്ക്ക് മുന്നിൽ തകർന്നടിയുക തന്നെ ചെയ്യും. അത് ലണ്ടനിലെ സാമ്രാജ്യത്വ ഭരണാധികാരികളായാലും ശരി, ഡൽഹിയിലെ സ്വേച്ഛാധിപതികളായാലും അതിലൊരു മാറ്റവുമില്ല. യുവത്വത്തിന്റെ ഈ നിശ്ചയദാർഢ്യം രാജ്യത്തുടനീളം ഒരു കൊടുങ്കാറ്റായി പടരുകയാണല്ലോ. തങ്ങളുടെ അവകാശങ്ങൾക്കായി തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരുമിച്ച് കൂടിയ ആ ചെറുപ്പക്കാരുടെ കണ്ണുകളിലെ വീര്യം ഇന്ന് ഇന്ത്യയുടെ ഓരോ കോണിലെയും ജനങ്ങളിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നു. മതവും ജാതിയും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താൻ നോക്കിയ വർഗീയ ശക്തികൾക്ക് ചെറുപ്പക്കാരുടെ ഈ വിപ്ലവാവേശം ഒരു വലിയ പാഠം തന്നെയാണ് നൽകുന്നത്. ഭയത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിന്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും പുനഃസ്ഥാപനത്തിലേക്ക് ഇന്ത്യ നടന്നു കയറുന്ന ഈ വഴിയിൽ ഇത് മോദി യുഗത്തിന്റെ അന്ത്യത്തിലേക്കുള്ള കൃത്യവും വ്യക്തവുമായ സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഒരു ഭരണാധികാരിയും ജനങ്ങളെക്കാൾ വലിയവനല്ല എന്നും ജനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഏതൊരു സിംഹാസനവും തരിപ്പണമാകുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനകീയ വിപ്ലവം വരും നാളുകളിൽ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.